അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ, അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ സംബന്ധിച്ചും ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ച രീതിയെ സംബന്ധിച്ചും അതിനെടുത്തിട്ടുള്ള ദിവസങ്ങളെ സംബന്ധിച്ചുമെല്ലാമുള്ള കൃത്യമായ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു തആല നിർവഹിച്ചു. 12-ാമത്തെ ആയത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു പൂർത്തീകരിച്ചതിന് ശേഷം 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ശക്തമായൊരു താക്കീതാണ് ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. ആ താക്കീത് ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇൻ അഅറദു, ഇനി അവർ അവഗണിക്കുകയാണെങ്കിൽ ഫഖുൽ, നബിയെ പറയണം, അൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, മിസ്ല സായിഖതി ആദിൻ വ സമൂദ്, ഫഖുൽ അൻദർതുക്കും സായിഖതൻ മിസ്ല സായിഖതി ആദിൻ വ സമൂദ്, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, അൻദർതുക്കും സായിഖ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു വലിയ ശിക്ഷ, ഒരു ഘോര ശബ്ദം, നശിപ്പിച്ചു കളയുന്ന ഒരു അദാബ്, അത് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. മിസ്ല സായിഖതി ആദിൻ വ സമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് മക്കയിലെ സത്യനിഷേധികളോടും അതേപോലെ തന്നെ ലോകത്തിലെ മുഴുവൻ സത്യനിഷേധികൾക്കും താക്കീത് നൽകുവാൻ പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. ഈ ഒരു താക്കീത് കേട്ടപ്പോഴാണ് ഉത്ബത്ത് ബിൻ റബീഅ ഭയപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത് എന്ന സംഭവവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ 13-ാമത്തെ ആയത്തിൽ പറയുന്നത് ആദ് സമൂദ് ഗോത്രങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള കടുത്ത ശിക്ഷയും അതേപോലെ തന്നെ ആ ഘോരമായ ശബ്ദവും അതാണ് ഇവർക്കും താക്കീത് നൽകുന്നത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തായിരുന്നു ആദ് സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത്? തുടങ്ങിയ കാര്യങ്ങളാണ് 14 മുതൽക്കുള്ള വചനങ്ങളിൽ പിന്നീട് നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഇദ് ജാഅത്ഹുമുർ റുസുലു മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം. ഇദ് ജാഅത്ഹുമുർ റുസുലു, റസൂലുകൾ അവരുടെ അടുക്കൽ വന്നപ്പോൾ. ജാഅ എന്ന് പറഞ്ഞാൽ വരിക. ഇദ് ജാഅത്ഹും, അവരുടെ അടുക്കൽ വന്നപ്പോൾ. ആര് വന്നപ്പോൾ? അർ റുസുലു, റസൂലുകൾ. റസൂലിൻ്റെ ജംആണ് റുസുൽ. അപ്പോൾ റസൂലുകൾ അവരുടെ അടുക്കൽ വന്നപ്പോൾ, അപ്പോൾ ധാരാളം റസൂലുകൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗങ്ങളിലൂടെയും. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗങ്ങളിലൂടെയും. വമിൻ ഖൽഫിഹിം, അവരുടെ പിറകിലൂടെയും. വമിൻ ഖൽഫിഹിം, അവരുടെ പിറകിലൂടെയും. ഖൽഫ് എന്ന് പറഞ്ഞാൽ പിറകുവശം. അപ്പോൾ അവരുടെ പിറകിലൂടെയും അവരുടെ മുൻഭാഗങ്ങളിലൂടെയും റസൂലുകൾ അവരുടെ അടുക്കലേക്ക് വന്നപ്പോൾ എന്താണ് ആ റസൂലുകൾ പറഞ്ഞത്? അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അബദ യഅ്ബുദു ഇബാദത്തൻ അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ലൗ ശാഅ റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലഅൻസല മലായികതൻ, അവൻ മലക്കുകളെ തന്നെ ഇറക്കുമായിരുന്നു. ഫഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, ഫഇന്ന, തീർച്ചയായും ഞങ്ങൾ, ബിമാ ഉർസിൽതും ബിഹി, എന്തൊന്നുകൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്, കാഫിറൂൻ, ഞങ്ങൾ അതിനെ നിഷേധിക്കുകയാകുന്നു. അപ്പോൾ ആദ് സമൂദ് ഗോത്രങ്ങളിലേക്ക് ഇത് ജാഅത്തുഹുമുർ റുസുലു, അവരിലേക്ക് റസൂലുകൾ വന്നിട്ടുണ്ട്. മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം, അവരുടെ മുന്നിലൂടെയും അവരുടെ പിറകിലൂടെയും. ഇതിൻ്റെ 2 തഫ്സീറുകൾ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, അവരുടെ മുൻഭാഗത്തുകൂടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
രണ്ട് നിലക്കുള്ള തഫ്സീറാണ്. അവരുടെ മുൻഭാഗങ്ങളിലൂടെയും പിൻഭാഗങ്ങളിലൂടെയും പ്രവാചകന്മാർ വന്നു. മിൻബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം എന്ന് പറഞ്ഞത്, ഒന്ന് അവരുടെ പൂർവികരിലും പ്രവാചകന്മാർ വന്നിരുന്നു, അവരിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവർക്ക് ശേഷവും വ്യത്യസ്ത തലമുറകളിലേക്കും അവരിൽ നിന്ന് പിന്നീട് അവശേഷിച്ച വിഭാഗങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ നിരന്തരം പ്രവാചകന്മാർ അവരുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും ചെന്നുകൊണ്ട് അവർക്ക് ദഅവത്ത് നടത്തിയെന്നും അതിനർത്ഥമുണ്ട്. അവർ ദഅവത്ത് നടത്തിയ പ്രധാനപ്പെട്ട വിഷയം അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന ആശയമാണ്. ഇത് ധാരാളം ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. സകല പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യമാണ്. ആ സമയത്ത് അവർ പറഞ്ഞ ന്യായം ഖാലൂ ലൗ ശാഅ റബ്ബുനാ ലഅൻസല മലായിക, ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് മലക്കുകൾ ഇറക്കുമായിരുന്നു. ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ആശയവുമായിട്ടാണോ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ ഞങ്ങൾ നിഷേധിക്കുകയാണ്. അവരുടെ ഒഴിവ് കഴിവായിരുന്നു അത്. കാരണം നാം സൂചിപ്പിച്ചതുപോലെ മലക്കുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ അപ്പോൾ മനുഷ്യൻ പറയും ഇത് മലക്കുകളാണ്, ഞങ്ങൾക്ക് മലക്കുകളെ പോലെ ആവാൻ കഴിയില്ല. ഇനി അതല്ല മനുഷ്യരൂപത്തിലാണ് മലക്കുകൾ വരുന്നതെങ്കിൽ അപ്പോഴും അവർ നേരത്തെ പറഞ്ഞ അതേ സംശയം പറയും, ഇത് മനുഷ്യൻ തന്നെയാണ്, മലക്കുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ചുരുക്കത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു കാര്യമാണ്, ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമായിട്ടാണോ നിയോഗിച്ചത് അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ആദ് സമൂദ് ഗോത്രങ്ങളിലെ സത്യനിഷേധികളായ ആളുകൾ പ്രഖ്യാപിച്ചതാണ് പിന്നീട് 14-ാമത്തെ ആയത്തിൽ നാം കാണുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇങ്ങനെ പ്രവാചകന്മാർ വന്നപ്പോൾ അവർ ആ പ്രവാചകന്മാരെ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ എടുത്ത നടപടി? ഇതാണ് 15 മുതൽക്കുള്ള ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ ആദുൻ, ആദ് സമൂഹം, നമുക്കറിയാം ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് ആദ് സമൂഹം. ആ ആദ് സമൂഹം അവർ താമസിച്ചിരുന്ന നാടാണ് യഥാർത്ഥത്തിൽ അഹ്ഖാഫ് എന്ന് പറയുന്ന സ്ഥലം. ഫഅമ്മാ ആദുൻ, ആദ് സമൂഹം ഫസ്തക്ബറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ അവർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ഫസ്തക്ബറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ കിബർ കാണിച്ചു, അഹങ്കാരം കാണിച്ചു. ഇസ്തക്ബറ യസ്തക്ബിറു ഇസ്തിക്ബാറൻ, ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക. ഇസ്തക്ബറ യസ്തക്ബിറു ഇസ്തിക്ബാറൻ. ഇസ്തക്ബറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ബിഗൈരിൽ ഹഖ്, യാതൊരു ഹക്കുമില്ലാതെ, യാതൊരു ന്യായവുമില്ലാതെ അവർ ഭൂമിയിൽ കിബർ കാണിച്ചു. വഖാലു, അവർ പറയുകയും ചെയ്തു. ഖാല യഖൂലു ഖൗലൻ വഖാലു, അവർ പറഞ്ഞു. മൻ അശദ്ദു മിന്നാ ഖുവ്വ, മൻ ആരാണുള്ളത്, അശദ്ദു ഏറ്റവും കടുത്തത്, മിന്ന ഞങ്ങളെക്കാൾ, ഖുവ്വത്തൻ ശക്തിയിൽ, ഞങ്ങളെക്കാൾ ശക്തിയിൽ കൂടുതൽ ഊക്കുള്ളവർ, കൂടുതൽ കരുത്തുള്ളവർ, കടുപ്പമുള്ളവർ വേറെ ആരാണ് എന്നവർ ചോദിക്കുകയുണ്ടായി. അവലം യറൗ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അവലം യറൗ, അവർ കണ്ടില്ലേ, ആദ് സമൂഹം കണ്ടില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖലഖ യഖ്ലുഖു ഖൽഖൻ, അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവൻ അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന് അവർ കണ്ടില്ലേ. വക്കാനു, അവരായിരുന്നു, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, യജ്ഹദൂൻ, നിഷേധം കാണിക്കുന്നവർ. ജഹദ യജ്ഹദു ജഹ്ദൻ വജുഹൂദ, ജഹദ യജ്ഹദു ജഹ്ദൻ വജുഹൂദ, നിഷേധിക്കുക, തള്ളിക്കളയുക, സത്യം അറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കുക, അതിനാണ് ജഹദ് അല്ലെങ്കിൽ ജുഹൂദ് എന്ന് പറയുന്നത്. വക്കാനു ബി ആയാത്തിന യജ്ഹദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്നവരായിരുന്നു. അപ്പോൾ ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് കടുത്ത ശിക്ഷ വന്നു.
അവരിലേക്ക് പ്രവാചകന്മാർ വന്ന് തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ദുർന്യായങ്ങൾ പറയുകയും ഞങ്ങളതിൽ അവിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദ് സമൂഹത്തിൻ്റെ പ്രത്യേകത, ഫഅമ്മാ ആദുൻ, ആദ് സമൂഹം ഫസ്തക്ബറൂ ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ശാരീരികമായി വളരെ ശക്തന്മാരായിരുന്നു. അതേപോലെ തന്നെ പർവ്വതങ്ങളും മറ്റും തുരന്ന് വീടുകളുണ്ടാക്കുന്നതിൽ ആദ് സമൂദ് ഗോത്രങ്ങൾ വലിയ കഴിവുള്ള ആളുകളായിരുന്നു. അതേപോലെ തന്നെ അവർ ഭൂമിയിൽ വലിയ ആസാറുകൾ, വലിയ അടയാളങ്ങൾ വിട്ടേച്ചു പോയവരാണ്. ധാരാളമായി ഭൂമിയെ ഉഴുതുമറച്ച് കൃഷി ചെയ്തവരായിരുന്നു. അങ്ങനെ ഒരുപാട് ശാരീരികമായതും സാമ്പത്തികവും ഭൗതികവുമായ സൗകര്യങ്ങൾ അക്കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള രണ്ട് പ്രബല സമൂഹങ്ങളാണ് ആദ് സമൂദ് ഗോത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ആദ് ഗോത്രം അവരെന്ത് ചെയ്തു? ഫഅമ്മാ ആദുൻ ഫസ്തക്ബറൂ ഫിൽ അർദി, അവർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ. ശ്രദ്ധിക്കുക, അഹങ്കരിക്കാൻ മനുഷ്യർക്ക് ഒരു ന്യായവുമില്ല, അതാണ് ഇവിടെ ഉദ്ദേശം. അതല്ലാതെ അവർ ന്യായമില്ലാതെ അഹങ്കരിച്ചു, ന്യായമുണ്ടെങ്കിൽ അഹങ്കരിക്കാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് ഭൂമിയിൽ അഹങ്കരിക്കുന്ന ഏതൊരാളും ന്യായമില്ലാതെയാണ് അഹങ്കരിക്കുന്നത്. കിബിർ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. കിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് ഒരു മിസ്ഖാല് ദർറ, അണുമണി തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരികളായ ആളുകൾക്ക് ഒരു നിലക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവരെല്ലാം തന്നെ യാതൊരു ന്യായവുമില്ലാതെയാണ് അഹങ്കരിക്കുന്നത്. അഹങ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അവൻ അതിനുള്ള ഹക്കുണ്ട്. അഹങ്കരിക്കാനുള്ള ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, സൃഷ്ടികൾക്കാർക്കുമില്ല തന്നെ. എന്നിരിക്കെ ആരെങ്കിലും ഭൂമിയിൽ കിബർ കാണിച്ചാൽ ആ കിബർ കാണിക്കലൊക്കെ ന്യായമില്ലാത്ത കിബറാണ്. കാരണം ഈ ദുനിയാവിൽ ലഭിക്കുന്ന എല്ലാ നിഅമത്തുകളും, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സമൂദ് ഗോത്രം, അതേപോലെ തന്നെ ആദ് ഗോത്രം, ഫിർഔനിൻ്റെ സമൂഹം, മറ്റ് എല്ലാ സമൂഹങ്ങളും അവരുടെ എല്ലാം അഹങ്കാരം ഹക്കല്ലാത്ത അഹങ്കാരമാണ്. ഇവിടെ ആദ് ഗോത്രം അതിരി കവിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅമ്മാ ആദുൻ, ആദ് ഗോത്രം ഫസ്തക്ബറൂ ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ അവർ ഭൂമിയിൽ കിബർ കാണിച്ചു, അഹങ്കാരം കാണിച്ചു. മാത്രമല്ല അവരുടെ ചോദ്യം നോക്കൂ, അവരുടെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടനമാണത്. ഈ ചോദ്യം, വഖാലു, അവർ പറഞ്ഞു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ള ആരാണ് ലോകത്തുള്ളത്? ഞങ്ങൾ തന്നെയാണ് ലോകത്തിലെ കേമന്മാർ, ലോകത്ത് ഞങ്ങളെ ജയിക്കാൻ ആരുമില്ല എന്ന അഹങ്കാരം അവർക്കുണ്ടായി. അപ്പോൾ ദുനിയാവിൽ ഭൗതികമായി നേട്ടങ്ങൾ കൂടുമ്പോൾ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളാണ് കേമന്മാർ, ഞങ്ങളെക്കാൾ കേമന്മാർ വേറെ ആരുണ്ട്? ചില വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക നിഅമത്തുകൾ നൽകിയാൽ അവർ അഹങ്കരിക്കും, എന്നേക്കാൾ കേമൻ വേറെ ആരുണ്ട്? ചില കുടുംബങ്ങൾ അഹങ്കരിക്കും, ഞങ്ങളെക്കാൾ നല്ല തറവാട്ടുകാർ ആരുണ്ട്? ചില രാഷ്ട്രങ്ങൾ അഹങ്കരിക്കും, ഞങ്ങളെക്കാൾ വലിയ രാജ്യം ആരുണ്ട്? ശക്തിയിൽ, കഴിവിൽ, യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളിലൊക്കെ ഞങ്ങളെക്കാൾ കഴിവുള്ളവർ ആരുണ്ട്? ഇങ്ങനെ മറ്റു മനുഷ്യരെക്കാൾ ഒരല്പം അല്ലാഹു നിഅമത്ത് നൽകുമ്പോഴേക്ക് എല്ലാം മറന്ന് ഞങ്ങൾ തന്നെയാണ് കേമന്മാർ എന്ന് ചിന്തിക്കുന്നവർ ഇതെല്ലാം തങ്ങൾക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ചിന്തിക്കുകയോ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള വിനയപ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയോ ചെയ്യാറില്ല. മറിച്ച് അവർക്ക് വല്ല നേട്ടവും ലഭിക്കുമ്പോഴേക്ക് അവർ എല്ലാം മറന്നു പോകുന്നു. സൂറത്തുൽ കഹ്ഫിൽ 2 തോട്ടക്കാരായ ആളുകളിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നൽകി. അതിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ധാരാളം മനസ്സിലാക്കിയതാണ്. ആ വ്യക്തിക്ക് അല്ലാഹു 2 തോട്ടങ്ങൾ നൽകി, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ നൽകി, മറ്റൊരുപാട് കാർഷിക വിഭവങ്ങൾ നൽകി, ഒഴുകുന്ന അരുവികൾ നൽകി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു,
ഇതൊന്നും നശിച്ചു പോവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള നന്ദികെട്ട വാക്കുകളൊക്കെ ആ വ്യക്തി പറഞ്ഞപ്പോൾ തൻ്റെ സഹോദരൻ ആ വ്യക്തിയെ ഉപദേശിക്കുന്നത് സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരല്പം ഭൗതികമായ നേട്ടം ലഭിക്കുമ്പോഴേക്ക് ഇനി ഞാൻ തന്നെയാണോ വലുത്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണോ വലുത്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല തുടങ്ങിയ ചിന്താഗതികൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അപകടകരമായ ചിന്താഗതിയാണ്. അതുകൊണ്ട് തന്നെ വഖാലു, അവർ ചോദിക്കുകയാണ്, മൻ അശദ്ദു മിന്നാ ഖുവ്വതൻ. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. ഞങ്ങളെക്കാൾ അശദ്ധായ കൂടുതൽ കഠിനമായ ശക്തിയുള്ളവർ ആരാണുള്ളത്? ആരുമില്ല എന്ന അർത്ഥത്തിൽ അഹങ്കാരികളായവർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അതീവ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട്. ഇത് വല്ലാത്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യം തീർച്ചയായും ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്. അവർ മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. അവലം യറവു, അവർ കാണുന്നില്ലേ? റഅ യറാ റുഇയത്ത് എന്ന് പറഞ്ഞാൽ കാണുക. അവലം യറവു, അവർ കാണുന്നില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടില്ലേ? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല, അല്ലദീ ഖലഖഹും, അവനാണ് അവരെ സൃഷ്ടിച്ചത്, ഹുവ, അവനാണ്, അശദ്ദു മിൻഹും, അവരെക്കാൾ ശക്തിയായി, ഖുവ്വതൻ, ശക്തിയുള്ളവൻ, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെക്കാളൊക്കെ ശക്തി അള്ളാഹുവിനുണ്ട് എന്ന് അവർ അറിഞ്ഞിട്ടില്ല, അവർ കാണുന്നില്ലേ എന്നാണ്. അപ്പോൾ അവലം യറവ്, അവർ കാണുന്നില്ലേ? അന്നല്ലാഹല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു തആല, ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ഇവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന്. അവർക്ക് അത്രയും ശക്തി ഉണ്ടെങ്കിൽ അവരെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു തആല, അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു തആല, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല, അവന് എന്തായാലും തങ്ങളുടെ സൃഷ്ടാവിന് തങ്ങളെക്കാൾ ശക്തി ഉണ്ടാകുമെന്നത് വളരെ ലളിതമായ യുക്തിയാണല്ലോ. അതെങ്കിലും അവർ മനസ്സിലാക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവരത് മനസ്സിലാക്കാത്തത്, അവർ ചിന്തിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ലോകത്തിലുള്ള മുഴുവൻ അഹങ്കാരികളും, ദൈവമില്ല എന്ന് പറയുന്നവർ, മതമില്ല, മരണാനന്തര ജീവിതമില്ല എന്ന് പറയുന്നവർ, പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിഷേധിക്കുന്നവർ, സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അഹങ്കാരികളായി ജീവിക്കുന്നവർ, ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ധാർഷ്ട്യവുമായി കഴിയുന്നവർ, അവരൊക്കെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെക്കാൾ ശക്തനെന്നും അവൻ ശക്തമായി അവരെ പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കട്ടെ. വക്കാനു, തീർച്ചയായും അവർ ബി ആയാത്തിന, നമ്മുടെ ആയാത്തുകളിൽ, ആയത്തിൻ്റെ ജംആണ് ആയാത്ത്, യജ്ഹദൂൻ, നമ്മുടെ ആയാത്തുകളെ അവർ നിഷേധിക്കുന്നവരായിരുന്നു. ഇതാണ് 15-ാമത്തെ ആയത്തിൽ ആദ് ഗോത്രത്തെ സംബന്ധിച്ച് പറയുന്നത്. ഫഅമ്മ ആദുൻ ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, അവർ ന്യായമില്ലാതെ അഹങ്കരിച്ചു. വഖാലു മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തി ആർക്കാണെന്ന് അവർ ചോദിച്ചു. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച അള്ളാഹുവിന് അവരെക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്ന് അവരറിയുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. വക്കാനൂ ബി ആയാത്തിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ആയാത്തുകളിൽ നിഷേധം കാണിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 15-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ അഹങ്കാരത്തിനും അവരുടെ സത്യനിഷേധത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ ശിക്ഷ നൽകി. അതാണ് 16-ാമത്തെ ആയത്തിൽ കാണുന്നത്. ഫഅർസൽനാ അലൈഹിം, അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഫഅർസൽനാ, നാം അയച്ചു, അലൈഹിം, അവരുടെ മേൽ, അർസല യുർസിലു ഇർസാലൻ, അയക്കുക. ഫഅർസൽനാ അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു, റീഹൻ, റീഹ എന്ന് പറഞ്ഞാൽ കാറ്റ്, സർസറൻ, സർസറൻ എന്ന് പറഞ്ഞാൽ ശക്തമായത്, റീഹുൻ സർസറുൻ എന്ന് പറഞ്ഞാൽ ഷദീദത്തുൽ ബർദ് ഔ ഷദീദത്തു സൗത്ത്, ഇങ്ങനെ അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. റീഹുൻ സർസറുൻ എന്ന് പറഞ്ഞാൽ ഷദീദത്തുൽ ബർദ്, അതികഠിനമായ തണുപ്പുള്ള കാറ്റ്, അതേപോലെ തന്നെ ഷദീദത്തു സൗത്ത്, അതിശക്തമായ ശബ്ദമുള്ള കാറ്റ്. അപ്പോൾ നല്ല ശബ്ദം, നല്ല തണുപ്പ്, അങ്ങനെയുള്ള കാറ്റിന് റീഹുൻ സർസറുൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ സർസറ എന്ന് പറഞ്ഞാൽ അതിശക്തമായി അടിച്ചു വീശുക, ശക്തമായ ശബ്ദത്തോടുകൂടി ആഞ്ഞു വീശുക എന്നൊക്കെയാണ് അതിന് അർത്ഥമുള്ളത്. സർസറ യുസർസിറു സർസറത്തൻ, സർസറ യുസർസിറു സർസറത്തൻ, വലിയ ശബ്ദമുണ്ടാക്കുക, വലിയ ശബ്ദത്തോടുകൂടി കാറ്റടിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഫഅർസൽനാ അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു, റീഹൻ സർസറ,
അതിശക്തമായ തണുപ്പുള്ള അതിശക്തമായ ശബ്ദത്തോടു കൂടിയ ഒരു ഭയങ്കരമായ കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേരെ അയച്ചു. ഫീ അയ്യാമിൻ നഹിസാത്തിൻ, ഫീ അയ്യാമിൻ നഹിസാത്തിൻ. അയ്യാം എന്ന് പറഞ്ഞാൽ യൗമിൻ്റെ ജംആണ്. അയ്യാം ദിവസങ്ങൾ. നഹിസാത്ത് എന്ന് പറഞ്ഞാൽ നഹസ് എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നഹുസ യൻഹുസു നഹ്സൻ വനുഹൂസ. നഹുസ എന്ന് പറഞ്ഞാൽ ഷർറുണ്ടാവുക, മോശമായി തീരുക. സാധാരണ ദുശകുനം എന്നാണ് അതിന്, നഹ്സിന് നാം മലയാളത്തിൽ ദുശകുനം എന്നർത്ഥം പറയും. നഹുസ എന്നും നഹിസ എന്നും പറയും. നഹുസ യൻഹുസു നഹ്സൻ, നഹിസ യൻഹസു നഹസൻ, ഷർറുള്ളതായി തീരുക. നഹുസ റജുലു എന്ന് പറഞ്ഞാൽ അസാബഹു ദുർറു വശർറു, ഉപദ്രവവും അതേപോലെ തന്നെ ഷർറും മോശമായ കാര്യവും അയാളെ ബാധിച്ചു. നഹിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമായത് ബാധിച്ചത്, അതിൻ്റെ മുഅന്നസാണ് നഹിസത്ത്, മോശമായ കാര്യങ്ങളുണ്ടായത്, ഷർറ് ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. അതിൻ്റെ ജംആണ് നഹിസാത്ത്, ഷർറുകൾ ഉൾക്കൊള്ളുന്ന ദിവസങ്ങൾ. അപ്പോൾ അയ്യാമുൻ നഹിസാത്ത് എന്ന് പറഞ്ഞാൽ ദുശഗുണമുള്ള ഷർറുകൾ ഉൾപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഷർറായിരുന്നു. അതല്ലാതെ ഏതെങ്കിലും ദിവസങ്ങളിൽ ശകുനമുണ്ട് എന്നല്ല ഈ പറഞ്ഞത്. അവർക്ക് ആ ശിക്ഷ ബാധിച്ച ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം മോശമായിരുന്നു. കാരണം നഹസ് എന്ന വാക്കിന് ശരിക്കുള്ള അർത്ഥം അസാബഹു ദുർറു വശർറു എന്നാണ്. ഒരു ഷർറ് അല്ലെങ്കിൽ ഒരു ദുർറ്, ഉപദ്രവം, അത് ബാധിക്കുന്നതിനാണ് നഹിസ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷർറും ഉപദ്രവവും ബാധിച്ച ദിവസങ്ങൾ എന്നേ അയ്യാമുൻ നഹിസാത്ത് എന്നതിനുള്ളൂ. അതല്ലാതെ ചില ആളുകൾ വിശ്വസിക്കുന്നത് പോലെ, ചില ബിദ്അത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങളിൽ ചില ദിവസങ്ങൾക്ക് ശകുനമുണ്ട്, ദുശകുനമുണ്ട്, ആ ദിവസങ്ങളിൽ നല്ലതായിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് യാതൊരു ന്യായവുമില്ലാതെ പറയുന്ന അന്ധവിശ്വാസത്തെ സംബന്ധിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഇവിടെ നഹിസ എന്ന വാക്കിനർത്ഥം ഉപദ്രവം ബാധിക്കുക, ഷർറ് ബാധിക്കുക എന്നാണ്. അങ്ങനെ അവർക്ക് ഉപദ്രവവും ഷർറും കൊണ്ടുവന്ന ആ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അവർക്ക് ഷർറുണ്ടാവാനുള്ള കാരണം അതിശക്തമായ കാറ്റിനെ അള്ളാഹു ആ ദിവസങ്ങളിൽ അയച്ചു എന്നതാണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക. ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്തിൻ. ഉപദ്രവവും പ്രയാസവും നിറഞ്ഞ ദിവസങ്ങളിൽ, അവരെ സംബന്ധിച്ചിടത്തോളം മോശമായ ശകുനമുള്ള ആ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല കടുത്ത തണുപ്പുള്ള ശക്തമായൊരു കാറ്റിനെ അവരുടെ നേരെ അയക്കുകയുണ്ടായി. എന്തിനാണത്? ലുനുദീഖഹും, നാം അവരെ ആസ്വദിപ്പിക്കുവാൻ. അദാഖ എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിക്കുക, നുദീഖു നാം അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടി. അദാഖ യുദീഖു ഇദാഖ, ആസ്വദിപ്പിക്കുക. ലിനുദീഖഹും, അവരെ നാം ആസ്വദിപ്പിക്കുവാൻ വേണ്ടി. എന്താണ് അവരെ ആസ്വദിപ്പിക്കുന്നത്? അദാബൽ ഖിസി, നിന്യതയുടെ ശിക്ഷ. ഖിസി എന്ന് പറഞ്ഞാൽ നിന്യത. അപ്പോൾ നിന്യതയുടെ, അപമാനത്തിൻ്റെ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടി. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ, ഈ ലോക ജീവിതത്തിൽ തന്നെ നിന്യമായ ശിക്ഷ. വല അദാബുൽ ആഖിറത്തി അഖ്സ, എന്നാൽ പരലോകത്തിലെ ശിക്ഷയാണ് ഏറ്റവും നിന്യമായത്. അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേ തലയിലുള്ള ഖിസിയെ, അതിനാണ് അഖ്സ എന്ന് പറയാം. ഏറ്റവും വലിയ ഖിസിയെ, അപമാനം, അതാണ് അഖ്സ. വല അദാബുൽ ആഖിറത്തി അഖ്സ, അഥവാ പരലോകത്തിലെ ശിക്ഷയാണ് അക്ബർ, ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അഖ്സ, ഏറ്റവും അപമാനകരമായതും. വഹും, അവർ ലാ യുൻസറുൻ, സഹായിക്കപ്പെടുകയുമില്ല. നസറ യൻസുറു നസറ, നുസിറ യുൻസറു നസറ. വഹും ലാ യുൻസറുൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. പരലോകത്ത് അവർ സഹായിക്കപ്പെടുകയില്ല, ഈ ലോകത്തും അവർ സഹായിക്കപ്പെട്ടില്ല. അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായി. അവർ അഹങ്കരിച്ചു, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരാണ് എന്നാണ് ചോദിച്ചത്. പക്ഷേ എന്താണ് ഉണ്ടായത്? ശക്തമായ ഈ കാറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഫഅർസൽനാ അലൈഹിം, അവരുടെ നേരെ നാം അയക്കുകയുണ്ടായി.
റീഹൻ സർസറ, നല്ല തണുപ്പുള്ള അതിശക്തമായ കാറ്റ്, ഫീ അയ്യാമിൻ നഹിസാത്തിൻ, ദുർഘടം പിടിച്ച മോശമുള്ള ഉപദ്രവമുള്ള ആ ദിവസങ്ങളിൽ, ലുനുദീഖഹും, അവരെ നാം ആസ്വദിപ്പിക്കുവാൻ വേണ്ടി, അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിലെ അപമാനകരമായ ശിക്ഷ, വല അദാബുൽ ആഖിറതി അഖ്സ, പരലോകത്തിലെ ശിക്ഷയാണ് ഏറ്റവും അപമാനകരമായത്, വഹും ലാ യുൻസറൂൻ, അവർ ഒരു നിലക്കും സഹായിക്കപ്പെടുകയില്ല, താനും അവർ സഹായിക്കപ്പെടുകയുമില്ല. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഫി അയ്യാമിൻ നഹിസാത്തിൻ എന്നതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തൻ്റെ സനദിലൂടെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അയ്യാമിൻ മുതതാബിആത്തിൻ, നഹിസാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമിൻ മുതതാബിആത്തിൻ, കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ്. കണ്ടിന്യൂസ് ആയ, അയ്യാമിൻ മുതതാബിആത്തിൻ, കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ, അൻസലല്ലാഹു ഫീഹിന്നൽ അദാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളിൽ അവരുടെ മേൽ ശിക്ഷ അയച്ചു. വഖാല ആഖറൂന, മറ്റു ചില ആളുകൾ പറഞ്ഞത്, ഉനിയ ബിദാലിക അൽ മശാഈമു, അതുകൊണ്ടുള്ള ഉദ്ദേശം മശാഈമുകളാണ്, അഥവാ ഉപദ്രവങ്ങൾ, ശകുനങ്ങൾ, പ്രയാസങ്ങൾ അതുണ്ടായ ദിവസം എന്നാണ്. ഖാല ഇബ്നു സൈദ് റഹിമഹുല്ലാ അയ്യാമിൻ നഹിസാത്തിൻ എന്നതിന് അദ്ദേഹം നൽകിയത് അന്നഹ്സു അശ്ശറു. നോക്കൂ, നഹ്സ് എന്ന് പറഞ്ഞാൽ ഷർറ്. അർസല അലൈഹിം റീഹ ശർരിൻ ലൈസ ഫീഹാ മിനൽ ഖൈരി ഷൈ, ഒരു ഖൈറുമില്ലാത്ത കാറ്റാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. ഇത് വളരെ നല്ല ഒരു തഫ്സീറാണ്. കാരണം സാധാരണ നിലക്കൊരു കാറ്റുണ്ടാകുമ്പോൾ ആ കാറ്റിൽ എന്തെങ്കിലും ഖൈറുകൾ ഉണ്ടാകും, കാറ്റിൽ കൂടുതലും ഖൈറാണ്. എന്നാൽ ഒരു ഖൈറുമില്ലാതിരിക്കുമ്പോൾ അതിൽ മുഴുവൻ ഷർറാണ്. അതാണ് ഇവിടെ നഹിസാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം അന്നഹ്സു അശ്ശർ, നഹ്സ് എന്ന് പറഞ്ഞാൽ ഷർറാണ്. അർസല അലൈഹിം റീഹ ശർരിൻ, ഷർറുള്ള കാറ്റയച്ചു, ലൈസ ഫീഹാ മിനൽ ഖൈരി ഷൈഉൻ, അതിൽ യാതൊരു ഖൈറും ഉണ്ടായിരുന്നില്ല. അതാണ്. അതേപോലെ തന്നെ മുതതാബിആത്തിൻ, കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതും ശരിയാണ്. കാരണം ഈ ശിക്ഷ അവർക്ക് വന്നു ഭവിച്ചത് ഏതെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹാഖയിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സബഅ ലയാലിൻ വ സമാനിയത അയ്യാം എന്നാണ്. സബഅ ലയാലിൻ, 7 രാത്രികൾ, വ സമാനിയത അയ്യാം, 8 ദിവസവും. അപ്പോൾ 8 ദിവസവും 7 രാത്രിയുമാണ് ആ കാറ്റ് ഉണ്ടായിരുന്നത്. സൂറത്തുൽ ഖമറിൽ പറഞ്ഞതുപോലെ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, നിലനിന്ന ദിവസങ്ങളിൽ, കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന ദിവസങ്ങളിലുള്ള ശിക്ഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുതതാബിയാത്ത്, കണ്ടിന്യൂസ് ആയി 7 രാത്രികളും 8 പകലും ആ ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതാണ് ഫി അയ്യാമിൻ നഹിസാത്തിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേ സന്ദർഭത്തിൽ ആ ദിവസങ്ങളെല്ലാം അതികഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. അങ്ങനെ ഈ ഒരു 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന അതിശക്തമായ കാറ്റിലൂടെ ആ സമൂഹത്തെ മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ഇത് ലോകത്തിലുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും മനുഷ്യ സമൂഹത്തിനും രാഷ്ട്രങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാമുള്ള പാഠമാണ്. അഹങ്കരിക്കുന്ന, സത്യത്തെ അതിൻ്റെ പേരിൽ തള്ളിക്കളയുന്ന, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് താൽക്കാലികമായ ചില നിഅമത്തുകളും സ്വാധീനവും ലഭിക്കുമ്പോഴേക്ക് പറയുന്ന ആളുകൾ അറിയുക, അവരുടെ തൊട്ടുപിറകിൽ അവരുടെ ശിക്ഷയുണ്ടായേക്കാം. എത്രയെത്ര പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പിടികൂടി. കൊടുങ്കാറ്റ്, ഭൂകമ്പം, സുനാമി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പരീക്ഷണങ്ങൾ. അതിനു പുറമെ ഇപ്പോഴിതാ കൊറോണ എന്ന മാരകമായ ഒരു വൈറസിൻ്റെ പരീക്ഷണത്തിലാണ് ലോകം മുഴുവനും. അതിൻ്റെ കെടുതികളിൽ നിന്ന് സമൂഹം രക്ഷപ്പെട്ടിട്ടില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാണ്. എന്തെല്ലാം അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ രാഷ്ട്രങ്ങളും വ്യക്തികളും എല്ലാം തന്നെ നിസ്സാരമായ കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാത്തൊരു വൈറസിൻ്റെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ ശക്തിയുള്ളവനും അവരെ തോൽപ്പിച്ചു കളയാൻ മാത്രം കെൽപ്പുള്ളവനുമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ചോദ്യം ശ്രദ്ധേയമായ ചോദ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹം അവർ പ്രവാചകന്മാരെയും തൗഹീദിനെയും നിഷേധിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തപ്പോൾ അതിശക്തമായി അവരെ പിടികൂടുകയുണ്ടായി.
ശേഷം പറയുന്നു 17-ാമത്തെ ആയത്തിൽ വഅമ്മാ സമൂദു, എന്നാൽ സമൂദ് ഗോത്രം അവരുടെ അവസ്ഥ എന്താണ്? ഫഹദൈനാഹും, നാം അവർക്ക് ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തു. ഹദാ യഹ്ദി, ഹിദായത്തിൻ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സന്മാർഗം നൽകുക എന്ന് പറഞ്ഞാൽ ആ സത്യത്തിൻ്റെ മാർഗം സ്വീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുക. മറ്റൊന്ന് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് നന്ദിയുള്ളവരാകാം, നന്ദികേട് കാണിക്കുന്നവരാകാം. അപ്പോൾ സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുക, പ്രവാചകന്മാരെ അയച്ചുകൊണ്ട്, വേദഗ്രന്ഥങ്ങൾ അയച്ചുകൊണ്ട് സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നതിനും ഹദാ യഹ്ദി, ഹിദായ എന്ന് പറയും. സന്മാർഗം സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകുന്നതിനും ഇതേ വാക്കുപയോഗിക്കും. ഇവിടെ വഅമ്മാ സമൂദു, സമൂദ് ഗോത്രം ഫഹദൈനാഹും, നാം അവർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുകയുണ്ടായി. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമെ അവരിലേക്ക് നിയോഗിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുത്തു. തൗഹീദും ശിർക്കും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുത്തു. ധർമ്മവും അധർമ്മവും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാ മാർഗദർശനങ്ങളും സമൂദ് ഗോത്രത്തിന് നാം കാണിച്ചു കൊടുത്തു. ഫഹദൈനാഹും, നാം അവർക്ക് മാർഗദർശനം കാണിച്ചു കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ. ഇസ്തഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. ഇസ്തഹബ്ബ യസ്തഹിബ്ബു ഇസ്തിഹ്ബാബൻ. ഇസ്തഹബ്ബ യസ്തഹിബ്ബു ഇസ്തിഹ്ബാബൻ, ഇഷ്ടപ്പെടുക. ഫസ്തഹബ്ബു, അവരിഷ്ടപ്പെട്ടു. എന്തിനെ? അൽ അമ, അന്ധതയെ. അമ എന്ന് പറഞ്ഞാൽ അന്ധത, ഇരുട്ട്. നമുക്കറിയാം സത്യം കാണാത്ത ആളുകളെ ഒമി എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. സുമ്മും ബുക്കുമുൻ ഒമിയുൻ, അവർ അന്ധന്മാരാണ്, ബധിരന്മാരാണ്, മൂഢന്മാരാണ്. സത്യം കണ്ടെത്താൻ സാധിക്കാത്തവർ കണ്ണ് കാണാത്തവരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം. അവർക്ക് നാം നൽകിയ മാർഗദർശനത്തേക്കാൾ അവർ ഇഷ്ടപ്പെട്ടത് അന്ധതയാണ്, അഥവാ അന്ധകാരമാണ്. അതുകൊണ്ട് തന്നെ ഹുദ എന്നത് പ്രകാശമാണ്, മാർഗദർശനം എന്നത് പ്രകാശമാണ്. അതിനെതിരായിട്ടുള്ളത് അന്ധതയാണ്. പക്ഷേ ആ നൂറ്, ഹിദായത്താകുന്ന പ്രകാശം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ഇരുട്ടിനെ തന്നെ സമൂദ് ഗോത്രം തിരഞ്ഞെടുത്തു. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, അവർ സന്മാർഗം ഒഴിവാക്കി. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനം അവർ ഒഴിവാക്കി. ഫഅഖദതുഹും, അപ്പോൾ അവരെ പിടികൂടി. അഖദ എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ പിടികൂടുക. ഫഅഖദതുഹും, അവരെ പിടികൂടി. എന്ത് പിടികൂടി? സായിഖത്തുൽ അദാബ്, ശിക്ഷയുടെ ഘോര ശബ്ദം. സായിഖ, അതിഘോരമായ ശബ്ദം അവരെ പിടികൂടി. അഖദ യഖുദു അഖദൻ എന്ന് പറഞ്ഞാൽ പിടികൂടുക. ഫഅഖദതുഹും, അവരെ പിടികൂടി. സായിഖത്തുൽ അദാബി, ശിക്ഷയുടെ ഘോര ശബ്ദം അവരെ പിടികൂടി. എങ്ങനെയുള്ള ശിക്ഷ? അൽ ഹൂനി, നിന്ദ്യമായ. ഹൂൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായത്. അദാബുൽ ഹൂൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ ശിക്ഷ. അപ്പോൾ നിന്ദ്യമായ ശിക്ഷയുടെ ഘോര ശബ്ദം അവരെ പിടികൂടി. കാരണം ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണം. കസബ യക്സിബു കസ്ബൻ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, സമ്പാദിച്ചു കൂട്ടുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അവരുടെ പ്രവർത്തനം കാരണത്താൽ, അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏകപക്ഷീയമായി ശിക്ഷിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏകപക്ഷീയമായി ശിക്ഷിച്ചതല്ല, മറിച്ച് അവരുടെ പ്രവർത്തനം കാരണത്താൽ അതിഘോരമായ നിന്ദ്യതയുടെ ശിക്ഷ, അതിഘോര ശബ്ദം അവരെ പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. സമൂദ് ഗോത്രത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം കാണിച്ചു കൊടുത്തു. അമ്മാ സമൂദു ഫഹദൈനാഹും, നാം അവർക്ക് മാർഗദർശനം നൽകി, പ്രകാശം നൽകി, വെളിച്ചം നൽകി. ഈ ഉമ്മത്തിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മാർഗദർശനമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് അതുല്യമായ, എന്നെന്നും നിലനിൽക്കുന്ന, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ. ആർക്കും ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ കഴിയാത്ത വിധം അള്ളാഹു സംരക്ഷിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്ത്. എല്ലാ മാർഗദർശനവും അതിലുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, യാതൊരു സംശയവും വേണ്ടതില്ല, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്കുള്ള മാർഗദർശനം പരിശുദ്ധ ഖുർആനിലുണ്ട്.
അങ്ങനെയുള്ള മാർഗദർശനം നൽകുന്ന പരിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ആ മാർഗദർശനത്തിലേക്ക് വഴി നടത്തുന്ന ഏറ്റവും നല്ല മാർഗദർശനത്തിൻ്റെ ഉടമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ ഏറ്റവും മുന്തിയ ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നാൽ സമൂദ് ഗോത്രത്തിന് അള്ളാഹു ഹിദായത്ത് നൽകിയപ്പോൾ, സന്മാർഗം കാണിച്ചു കൊടുത്തപ്പോൾ അവരെന്താ ചെയ്തത്? ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, ആ മാർഗദർശനത്തെ അവർ മാറ്റിവെച്ച് അന്ധതയെ, ഇരുട്ടിനെ അവർ ഇഷ്ടപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിലെ സത്യനിഷേധികളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷവും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഖുർആൻ ഉണ്ടായിട്ടും ഒരു മഹാനായ പ്രവാചകനുണ്ടായിട്ടും അവർ അതിനെ മാറ്റിവെച്ച് അന്ധകാരത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന ആദർശങ്ങൾ മികവുറ്റതാണ്. അതിനോട് കടപിടിക്കുന്ന ഒന്ന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. അത്രയും ഉന്നതമായ മാർഗദർശനമാണ് ഖുർആനിലൂടെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ മാനവ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കുമുള്ള മാർഗദർശനം. ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്ക്, ഭർത്താവ് എന്നുള്ള നിലക്ക്, മക്കൾ എന്നുള്ള നിലക്ക്, അയൽവാസികൾ എന്നുള്ള നിലക്ക്, ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾ എന്നുള്ള നിലക്ക്, മനുഷ്യർ എന്നുള്ള നിലക്കൊക്കെ ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കൃത്യമായ അവ്യക്തതകളില്ലാത്ത മാർഗദർശനം. പക്ഷെ ആ പരിശുദ്ധ ഖുർആനിനെ തള്ളിക്കളയുകയാണ് മഹാഭൂരിപക്ഷവും. ആ മഹാനായ പ്രവാചകനെ തള്ളിക്കളയുകയാണ് മഹാഭൂരിപക്ഷവും ചെയ്യുന്നത്. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, മാർഗദർശനത്തേക്കാൾ അവർ അന്ധതയെ, ഇരുട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ സമൂദ് ഗോത്രവും അത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതെന്താണ്? ഫഅഖദതുഹും സായിഖത്തുൽ അദാബിൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷയുടെ ഘോരശബ്ദം അവരെ പിടികൂടുകയുണ്ടായി. അതിഘോരമായ സായിഖ എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പഠിച്ചു, ഘോരമായ ശബ്ദം അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കഠിനമായ ശിക്ഷ. എങ്ങനെയുള്ളതായിരുന്നു അത്? അൽ അദാബിൽ ഹൂനി, നിന്ദ്യമായ ശിക്ഷയുടേതായിരുന്നു. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഘോര ശബ്ദത്തിലൂടെ പിടികൂടി. അവരെല്ലാം വീണടിഞ്ഞു കടന്നു അവരുടെ നാടുകളിൽ. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ, അവരുടെ സത്യനിഷേധം കാരണത്താൽ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തള്ളിക്കളയുകയും ആ പ്രകാശത്തെ മാറ്റിവെച്ച് ഇരുട്ടിനെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഓരോ ആളുകളും ഇതേപോലെയുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഭയപ്പെടട്ടെ. അല്ല, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കഠിനമായ ശിക്ഷ തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും അവരിലെ അവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോരമായ ശിക്ഷകൾ കൊണ്ട് പിടികൂടുകയുണ്ടായി. എന്നാൽ അതേ സന്ദർഭത്തിൽ ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിതനായ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരിലും വിശ്വസിച്ച ഒരു ന്യൂനപക്ഷം ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുൾപ്പെടെ ഒരു ന്യൂനപക്ഷം നല്ലവരായ തഖ്വയുള്ള വിശ്വാസികൾ ആ നാടുകളിലുണ്ടായിരുന്നു. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് പിടികൂടിയോ? ഇല്ല. 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനജ്ജൈനല്ലദീന ആമനു, വനജ്ജൈന, നാം രക്ഷപ്പെടുത്തി. നജ്ജാ യുനജ്ജി തൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. വനജ്ജൈന, നാം രക്ഷപ്പെടുത്തി. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ, വിശ്വസിച്ചവരെ നാം എന്തു ചെയ്തു? രക്ഷപ്പെടുത്തി. വക്കാനു, അവരായിരുന്നു യത്തഖൂൻ, തഖ്വയോടുകൂടി ജീവിക്കുന്നവർ. ഇത്തഖ യത്തഖി ഇത്തിഖാഅൻ, ഇത്തഖ എന്ന് പറഞ്ഞാൽ തഖ്വയോടുകൂടി ജീവിക്കുക. വക്കാനു യത്തഖൂൻ, അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ സത്യവിശ്വാസവും തഖ്വയും കൈമുതലായി സ്വീകരിച്ച ആളുകളെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. വനജ്ജൈന, നാം രക്ഷപ്പെടുത്തി. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ. വക്കാനു, അവരായിരുന്നു യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ ആദ് സമൂദ് ഗോത്രങ്ങളിലെയും അതേപോലെ തന്നെ മറ്റു എല്ലാ പ്രവാചകന്മാരുടെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരിലെയും വിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ് സമൂദ് ഗോത്രങ്ങളിലെ വിശ്വാസികളെയും തഖ്വയുള്ളവരെയും സഹായിച്ചു എന്ന് പറയുമ്പോഴും ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആശ്വാസം നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുമെന്നുള്ള വാഗ്ദാനവും നൽകുകയാണ് ഈ ആയത്തിലൂടെ. വനജ്ജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ, തഖ്വയും ഈമാനുമുള്ളവരെ നാം രക്ഷപ്പെടുത്തി. എങ്കിൽ നമുക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന് ഈമാൻ, മറ്റൊന്ന് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്നാണ്. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർ സങ്കടപ്പെടുകയും ചെയ്യേണ്ടതില്ല. ആരാണ് ആ ഔലിയാക്കൾ? അല്ലദീന ആമനു, വിശ്വസിച്ചവരാണ്, തൗഹീദ് സ്വീകരിച്ചവരാണ്, വിശ്വാസകാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് ഒന്നാമത് നാം തഹ്ഖീഖ് ചെയ്യേണ്ടത്, നാം യാഥാർത്ഥ്യവൽക്കരിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഈമാനിനെ നാം ശരിയാക്കണം. ഈമാൻ കാര്യങ്ങൾ 6 അതാണ് അതിൻ്റെ അസുൽ. അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലും ഖളാ ഖദറിലുമുള്ള വിശ്വാസം. പിന്നീട് അതിനോട് അനുബന്ധമായി വരുന്ന മറ്റു വിശ്വസിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളിലും യാതൊരു സംശയവുമില്ലാതെ കറകളഞ്ഞ രൂപത്തിൽ ശക്കുകളില്ലാതെ യഖീനോടുകൂടി അംഗീകരിക്കുന്നതിനാണ് ഇവിടെ ഈമാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാത്ത ഈമാനൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അപ്പോൾ നാം ശരിയായ അഖീദയുടെ ആളുകളാണെങ്കിൽ, ശരിയായ വിശ്വാസത്തിൻ്റെ ആളുകളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുന്നതാണ്. ഈ വിശ്വാസ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവേണ്ടത് തഖ്വയോടുകൂടിയുള്ള ജീവിതമാണ്. കാരണം ഞാൻ അങ്ങനെ വിശ്വസിച്ചവനാണ് എന്നതിനെ കർമ്മങ്ങളിലൂടെ തെളിയിക്കണം. അതാണ് തഖ്വയോടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അള്ളാഹു സുബ്ഹാനഹു വതആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തെ തഖ്വയിലൂടെയാണ് പ്രകടിപ്പിക്കേണ്ടത്. അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും അത് തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈമാനിനെ പ്രകടിപ്പിക്കുന്ന കാര്യമാണ് തഖ്വ. അപ്പോൾ വിശ്വാസം അത് ഹൃദയത്തിലാണ്, പ്രവർത്തിക്കേണ്ടതില്ല എന്ന ധാരണയെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തുകയാണ്. അങ്ങനെ ആരും കരുതരുത്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഈമാൻ അതല്ലെങ്കിൽ വിശ്വാസം അത് മനസ്സിൽ മതിയല്ലോ, അത് പ്രവൃത്തിയിൽ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വിശ്വാസം മാത്രമല്ല, തഖ്വയും അള്ളാഹു സുബ്ഹാനഹു വതആല പരിശോധിക്കുന്നതാണ്. വലാകിൻ അല്ലാഹു യൻളുറു ഇലാ ഖുലൂബിക്കും വ ഇലാ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കും നോക്കും, നിങ്ങളുടെ അമലിലേക്കും നോക്കും. ഹൃദയത്തിലേക്ക് നോക്കുന്നത് നിങ്ങളുടെ ഈമാനാണ്, അമലിലേക്ക് നോക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. അപ്പോൾ ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. കേവലം വിശ്വാസികളാണ് എന്ന പേരുള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. വനജ്ജൈനല്ലദീന ആമനു, ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയും വകാനു, അതോടൊപ്പം യത്തഖൂൻ, ഞങ്ങൾ വിശ്വസിച്ച അതല്ലെങ്കിൽ തങ്ങൾ വിശ്വസിച്ച വിഷയത്തെ കാത്തു സൂക്ഷിച്ചു പോരുകയും പ്രവൃത്തിയിലൂടെ അത് പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകളെ നാം രക്ഷപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഈമാനും തഖ്വയും ഞാനും നിങ്ങളും കൈമുതലായി സ്വീകരിക്കുകയും അതിനെ കൈവിടാതിരിക്കുകയും ചെയ്താൽ മറ്റു സമൂഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയതുപോലെ നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വതആല പൊതുവായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമെന്നുള്ള വമ്പിച്ചതായ സന്തോഷ വാർത്തയും വാഗ്ദാനവുമാണ് 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 19-ൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയൗമ, ഒരു ദിവസമുണ്ട്, യുഹ്ശറു, അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. ഹശറ യഹ്ശുറു ഹശറൻ, ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. യുഹ്ശറു, ഒരുമിച്ച് കൂട്ടപ്പെടും. ആര്? അഅദാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, അതിൻ്റെ ജംആണ് അഅദാ, ശത്രുക്കൾ. അഅദാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ. ആരാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സത്യനിഷേധികളായ ആളുകൾ. അവർ എവിടേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? ഇലന്നാർ, നരകത്തിലേക്ക്. ഫഹും, അവരാകട്ടെ യൂസഊൻ, ഒന്നിന് പിറകെ ഒന്നായി തെളിച്ചു കൊണ്ടുവരപ്പെടുന്നതാകുന്നു. യൂസഉ എന്ന് പറഞ്ഞാൽ വസഅ യസഉ വസ്അൻ, വസഅ യസഉ വസ്അൻ, ഇതാണ് ആ വാക്ക്.
വസഅ എന്ന് പറഞ്ഞാൽ കഫ വഹസബ വമനഅ, തടയുക. അതേപോലെ തന്നെ വഹബസ, പിടിച്ചു വെക്കുക. കഫ വഹബസ വമനഅ, പിടിച്ചു വെക്കുക. അതേപോലെ തന്നെ തടയുക, തെളിച്ചു കൂട്ടുക, ഒന്നിനു മേലെ ഒന്നായി തെളിച്ചു കൂട്ടുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഇമാം സുദ്ദി റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയത്, ഇബ്നു ജരീർ തബരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഹും യൂസഊൻ എന്ന് പറഞ്ഞാൽ യുഹ്ബസു അവ്വലുഹും അലാ ആഖിരിഹിം, യുഹ്ബസു അവ്വലുഹും അലാ ആഖിരിഹിം, തുടക്കക്കാരെയും ഒടുക്കക്കാരെയും എല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുന്നതാണ്, ഒന്നിനു പിറകെ ഒന്നായി തെളിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി തെളിച്ചു കൊണ്ടുപോകുന്ന ദിവസം, വയൗമ യുഹ്ശറു, അന്ന് ആ ദിവസത്തിൻ്റെ പ്രത്യേകത യുഹ്ശറു അദാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ അഥവാ സത്യനിഷേധികൾ, പ്രവാചകന്മാരോടും സത്യവിശ്വാസികളോടും പോരാടിയവർ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദുവി വ അദുവക്കും, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കൾ. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെ ശത്രുക്കൾ, സത്യവിശ്വാസികളുടെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ശത്രുത വെച്ച് പുലർത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. യഥാർത്ഥത്തിൽ ശത്രുത വെച്ച് പുലർത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതുകൊണ്ടാണ് അദാഉല്ലാഹ് എന്ന് സത്യനിഷേധികൾ അറിയപ്പെടുന്നത്. വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാർ, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. ഫഹും, അവരാകട്ടെ യൂസഊൻ, ഒന്നിനു പുറകെ ഒന്നായി, ആദ്യ കാലത്ത് വന്നവരെയും അതിനുശേഷം വന്നവരെയും ഒന്നിനു പുറകെ ഒന്നായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരും. അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാകുന്നു. ഫഹും യൂസഊൻ, അങ്ങനെ അവർ തെളിച്ചു കൊണ്ടുവരപ്പെടുകയും നരകത്തിലേക്ക് പിടിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുന്നതാകുന്നു എന്ന് 19-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ വല അദാബുൽ ആഖിറതി അഖ്സ, ഐഹിക ജീവിതത്തിൽ നിന്ദ്യമായ ശിക്ഷ, അതിനു പുറമെ പരലോകത്തെ ശിക്ഷയാണ് അതിനേക്കാൾ അപമാനകരമായത്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആദ് സമൂഹത്തിന് എപ്രകാരമുള്ള ശിക്ഷയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു. സമൂദ് ഗോത്രത്തിന് എപ്രകാരമുള്ള ശിക്ഷയാണ് ഈ ദുനിയാവിൽ വെച്ച് ലഭിച്ചത് എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ആദ് സമൂദ് ഗോത്രങ്ങളും അതേപോലെയുള്ള അവിശ്വാസികളുടെ മുഴുവൻ വിഭാഗങ്ങളും നാളെ പരലോകത്ത് വന്നാലോ വീണ്ടും അതികഠിനമായ ശിക്ഷ, അതാണ് പരലോകത്തെ ശിക്ഷയാണ് അപമാനകരം എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തഫ്സീർ എന്നോണമാണ് 19-ാമത്തെ ആയത്തിലുള്ളത്. വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാർ, ദുനിയാവിലെ ശിക്ഷയ്ക്ക് പുറമെ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഫഹും യൂസഊൻ, അങ്ങനെ അവർ ഒന്നിനു പുറകെ ഒന്നായി തെളിച്ചു കൊണ്ടുവരപ്പെടുകയും പിടിക്കപ്പെടുകയും നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് 19-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അവനിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അതിനെ തള്ളിക്കളയാതിരിക്കുക. മറിച്ച് നമ്മെ സൃഷ്ടിച്ച അള്ളാഹു നമ്മളെക്കാൾ ശക്തനാണ് എന്ന ബോധം നമുക്കുണ്ടാവുകയും അവൻ അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും, എന്നാൽ ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ അവനെ സഹായിക്കുമെന്നുമുള്ള പ്രതീക്ഷയും ഉണ്ടാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ, മാർഗദർശനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നാം പഠിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക്, അതിൻ്റെ ഉള്ളടക്കത്തിന്, ആ വചനങ്ങൾക്കും ആ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഉള്ളടക്കത്തിനും അനുരൂപമായ ഒരു ജീവിതം നയിക്കുവാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.